അസ്സലാമലൈക്കും, വെൽക്കം ടു മീമാസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്ന ബിരിയാണിയാണ്. സോ അതിന് വേണ്ടി എണ്ണ ചൂടായ ശേഷം പട്ട, കറാമ്പ്, ഏലക്കൊക്കെ ഇടാം. എന്നിട്ട് പൊട്ടിയ ശേഷം നമ്മൾ ഉള്ളിയും കൂട്ടിയിട്ട് മുറിച്ചിടാം. എന്നിട്ട് നല്ലോണം വഴറ്റണം. ഓക്കെ, ഉപ്പും കൂടി നമുക്ക് ഇടാം. അപ്പോൾ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും. നല്ലോണം വഴട്ടാം. എന്നിട്ട് നമ്മളത് ഉള്ളിൻ്റെ പേസ്റ്റ്, അതേപോലെ നമ്മുടെ പച്ചമുളകൊക്കെ പേസ്റ്റ് ആക്കിയിട്ട് അതിലോട്ട് ചേർക്കുക. അതേപോലെ ഇഞ്ചിയുടെയും അതേപോലെ വെളുത്തുള്ളിയൊക്കെ പേസ്റ്റും കൂടി നമ്മൾ ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കാം. അതിന് ശേഷം നമുക്ക് മസാലപ്പൊടിയൊക്കെ ഇടാം. ആദ്യം നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഇടണം. നമ്മൾ അതേപോലെ കാശ്മീരി മുളക് പൊടി ഇടണം കേട്ടോ. പിന്നെ ബിരിയാണി മസാല ഇടണം, ഗരം മസാല ഇടണം. ഇതെല്ലാം ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കുക. എന്നിട്ട് നമ്മൾ തക്കാളിയുടെ പേസ്റ്റും കൂടി അതിലോട്ട് ചേർക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയ ശേഷം എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. എന്നിട്ട് നമ്മൾ അതിലോട്ട് മല്ലിയില, അതേപോലെ പുതിനയില ഇതൊക്കെ ചേർക്കുക. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ പൊട്ടിക്കുക. നമ്മൾ അത് നേരെടുത്ത് നമ്മുടെ ബിരിയാണിയിലോട്ട് ഇടാം. എന്നിട്ട് നമ്മൾ ബീഫ് നമ്മൾ മഞ്ഞൾ, അതേപോലെ ഗരം മസാല, ഉപ്പൊക്കെ ഇട്ട് വെച്ച് പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ മസാലയിലോട്ട് ഈ ബീഫും കൂടി കൊട്ടിയിട്ട് നല്ലോണം ഇളക്കുക. എന്നിട്ട് അതിലോട്ട് നമ്മൾ തൈരും കൂടി ചേർക്കുക. ഇത് മമ്മാൻ്റെ ഒരു ടെക്നിക്കാണ്. നാരങ്ങ പെട്ടെന്ന് ജ്യൂസ് കിട്ടാൻ വേണ്ടി നാരങ്ങയിൽ കത്തിയിൽ വെച്ചിട്ട് പിഴിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തിട്ട് കൂരൊക്കെ എടുത്ത് മാറ്റണം. എന്നിട്ട് നാരങ്ങ ജ്യൂസും കൂടിയിട്ട് ബീഫിലോട്ട് ചേർക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കുക. എന്നിട്ട് അരി വേവാനുള്ള വെള്ളമൊക്കെ നമ്മൾ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ അരിയും കൂടി അതിലോട്ട് കൊട്ടുക. പിന്നെ അമ്മാൻ്റെ ബിരിയാണി ഒരു രക്ഷയിലോട്ട് നല്ല ടേസ്റ്റാട്ടോ. ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ ബീഫ് ബിരിയാണിയൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ഒന്നും അമ്മാൻ്റെ ബിരിയാണിയാണ്. നല്ല ടേസ്റ്റാണ്. എന്നിട്ട് അതിലോട്ട് മല്ലിയില, അതേപോലെ നെയ്യൊക്കെ ഇടാം. ഓക്കെ, എന്നിട്ട് നല്ലോണം ഇളക്കാം, നല്ലോണം മിക്സ് ആക്കാം. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് ദമ്മിലിടണം. അപ്പോഴേക്കും നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ബിരിയാണി റെഡി ആയിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഡെഫിനറ്റായിട്ട് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമായോ അങ്ങനത്തെ കമൻസൊക്കെ ഒന്ന് എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ, പ്ലീസ്. ഓക്കെ, നിങ്ങൾ കമൻറ്റ്, നിങ്ങളുടെ ഓരോ ആൾക്കാരുടെ കമൻറ്റും എനിക്കൊക്കെ ഭയങ്കര പ്രഷ്യസാണ്. സോ കമൻറ്റ് ചെയ്യുക. സോ നല്ല ടേസ്റ്റുള്ള ബിരിയാണി അങ്ങനെ റെഡി ആയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. സോ അത്രേ ഉള്ളൂ. ഞാൻ ഇവിടെ ഇത്രേ ഉള്ളൂ. ഇനിയും ഇതേപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. സോ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരെ ബൈ.